അവരാൽ കഴിയുന്നതൊക്കെ മീരയുടെ വിവാഹത്തിനും അല്ലാതെയൊക്കെ അവര് തന്നിട്ടുണ്ട്. അതല്ല ഹരിയേട്ടാ ഞാൻ പറഞ്ഞത്. അതെന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മുടെ വിഷയം സാവിത്രിയമ്മയുടെ ആഗ്രഹമാണ്. ഒരു മുത്തശ്ശി എന്ന നിലയ്ക്ക് സാവിത്രിയമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ നോക്കേണ്ടത് മീരമോളുടെ കടമയാണ്. ഹരിയേട്ടാ, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത് നോക്കി. വാ ഹരിയേട്ടാ. വാ മക്കളെ, ഇരിക്കും മോളെ. ഞങ്ങള് വെറുതെ നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ. സത്യം പറഞ്ഞ ഞാനും ബീനയും നിങ്ങളെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ? അത് പിന്നെ മോളെ, മനോജ് എന്നെ കണ്ടിരുന്നു. വിദ്യയുടെ ഡാൻസ് പ്രോഗ്രാമായിട്ട് അവർക്ക് മഹാബലിപുരം വരെ പോകണം. ആ സമയം സാവിത്രിയമ്മ തനിച്ചല്ലേ. അപ്പോ മോളുടെ കൂടെ അവിടെ വന്ന് നിൽക്കണമെന്ന് സാവിത്രിയമ്മയ്ക്കൊരാഗ്രഹം. ആണോ? അത് നന്നായി. മീര ഇല്ലാതെ ഇവിടെ നിൽക്കാൻ സാവിത്രിയമ്മയ്ക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ നിർത്തായിരുന്നു. അതിനെന്താ, അവിടെ മുത്തശ്ശിക്ക് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാമല്ലോ. ആദർശിനും മോൾക്കും സന്തോഷമാവെന്നറിയാം. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? അത് പിന്നെ അഭിരാമിയുടെ കാര്യവാ ഹരിയേട്ടനൊരു ടെൻഷൻ. സാവിത്രിയമ്മ അങ്ങോട്ട് വരുന്നതിന്റെ പേരില് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അഭിയുടെ സ്വഭാവത്തെക്കുറിച്ച് എടുത്തിയായിട്ടുള്ളത് ശരിയാ, പക്ഷെ ആള് പാവാ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് അങ്കിളും അനിയും ടെൻഷൻ ആവണ്ട. അതെ അച്ഛാ, മുത്തശ്ശി എന്റെ കൂടെ കുറച്ചു ദിവസം കൊണ്ട് നിർത്തണമെന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ മനോജിനെ വിളിച്ച് കാര്യം പറയാം. അത് വേണ്ടെങ്കിലേ, ഞങ്ങള് നേരിട്ട് പോയി മുത്തശ്ശിയെ ക്ഷണിച്ചോളാം. അതാവുമ്പോ അങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഒരു മടി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടുമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വെറുതെ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടണ്ട. എന്ത് ബുദ്ധിമുട്ട്? അതൊരു സന്തോഷമല്ലേ. മീരയ്ക്ക് മുത്തശ്ശി കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അല്ലേ മീരേ? എങ്കിൽ അത് തന്നെയാ നല്ലത്. സാവിത്രിയമ്മയ്ക്ക് അത് വലിയ സന്തോഷമാവും. ഞങ്ങൾ ഏതായാലും വന്നത് സൂരജിനെ കാണാൻ കൂടിയാ. സൂരജിന്റെ ജോലിയുടെ കാര്യം കൂടി സംസാരിക്കണമായിരുന്നു. അയ്യോ മോനെ, സൂരജ് പുറത്തേക്ക് പോയതാ. സാരമില്ല, ഞാൻ അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. കാര്യങ്ങള് നേരിട്ട് കണ്ട് സംസാരിക്കാമല്ലോ. ആന്റി ഞങ്ങൾ വന്ന കാര്യം സൂരജിനോട് പറഞ്ഞാൽ മതി. മീര, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് നേരെ ചെന്ന് നമുക്ക് മുത്തശ്ശി കാണാം. ഏതായാലും നിങ്ങൾ ഇരിക്കേ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വേണ്ട ബീനമ്മേ, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് പോവാം. അച്ഛാ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി എന്നാ. മനോജൻ എന്തിനാ ഇക്കാര്യം ഉടനെ ഹരിയെ വിളിച്ച് പറഞ്ഞത്? ഹരിയോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പം എന്തോ ആവട്ടെ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താ? അമ്മ മീരയുടെ മുത്തശ്ശിയല്ലേ. സ്വന്തം മുത്തശ്ശിയെ കുറച്ചു ദിവസം സംരക്ഷിക്കേണ്ടത് അവളുടെ കൂടെ കടമയാ. അതിന് മീരമോളെ എതിര് പറയൂന്ന് കരുതിയല്ല ഞാൻ ഹരിയോട് അഭിപ്രായം ചോദിച്ചത്. മനോജ് ചെയ്തതാണ് ശരി. ഹരിയോളം അവകാശം മീരയിൽ മറ്റാർക്കുമില്ല. അപ്പൊ അവളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഹരിയുടെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാ. ഹരിയോട് പറയുന്നതിൽ പിണക്കം ഉണ്ടായിട്ടല്ല. ഹരിയോട് പറഞ്ഞ അതാ ബീന അറിയും. അവളറിഞ്ഞാലത്തെ കാര്യം പിന്നെ അറിയാലോ. മനുഷ്യർക്ക് എങ്ങനെ ദ്രോഹം ചെയ്യാന്ന് കരുതിയ ബീന ജീവിക്കുന്നത് തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആവശ്യമാണെന്ന് അറിഞ്ഞ അവൾ ഉറപ്പായി എതിരെ നിൽക്കും. നിനക്ക് ബീനയോടുള്ള വഴക്കും ദേഷ്യവും ഇക്കാര്യത്തിൽ കാണിക്കണ്ട. ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെറ്റാണെന്നാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മീരയിലെ ഹരിയെ പോലെ തന്നെ അവകാശം നമുക്കുണ്ട്. മായയില്ലാത്ത സ്ഥിതിക്ക് മായയുടെ സ്ഥാനത്ത് അമ്മയാ. ധന്യ പറയുന്നത് ശരിയാ. മായ ഇല്ലാത്തപ്പോ മായയുടെ സ്ഥാനത്ത് ഞാൻ തന്നെയാ. പക്ഷേ
മായയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട പല കടമകളും ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നും ബാധകമല്ലേ ധന്യേ? ധന്യ എന്താ മിണ്ടാത്തത്? മീരയ്ക്ക് വേണ്ടി ഞാനും അമ്മയും ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയ. അത് സ്വയം അറിയാലോ. ഓ, ഇനി പഴങ്കഥ പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ പറയുന്നത് പഴയ കാര്യങ്ങളല്ല, ഇപ്പോഴത്തെ കാര്യങ്ങളാ. പഴയതോ പുതിയതോ ആയിക്കോട്ടെ, മീരയുടെ എന്ത് കാര്യത്തിനും ഞാൻ ഹരിയുടെ അഭിപ്രായത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മീരയോടൊരു കാര്യം ചോദിക്കാൻ ഹരിയെ ഇടനില നിർത്തുന്നത് എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. മനോജേട്ടൻ നേരിട്ട് ചോദിച്ചാ മീര എന്താ അമ്മയോട് നിർത്തണ്ടെന്ന് പറയോ? അങ്ങനെ വല്ല പേടിയുണ്ടോ? ധന്യെ, നീ എന്തിനാ ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നേ? അതെ, മീരമോളെ എനിക്ക് നന്നായിട്ടറിയാം. എനിക്കെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ ആർക്കെന്ത് സഹായം ചോദിച്ചാലും അവൾക്ക് കഴിയുന്നതാണെങ്കിൽ അവളത് ചെയ്യും. ആ, പിന്നെന്തിനാ ഇടനിലയ്ക്ക് ഹരി എന്നാ ഞാൻ ചോദിച്ചത്. ധന്യെ, മീര ഇപ്പോ ഒരു ഭാര്യയാണ്. ആ വീട്ടിലെ സാഹചര്യങ്ങൾ കൂടി അവൾക്ക് നോക്കണം. നമ്മൾ പെട്ടെന്ന് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവൾക്കത് മറച്ചു വെക്കേണ്ടി വരും. മറിച്ച് ഹരിയോടാണെങ്കിൽ അവളെല്ലാം തുറന്ന് പറയുകയും ചെയ്യും. ഇല്ലേ അമ്മേ? അതുകൊണ്ടുകൂടിയാ ഞാൻ ഹരിയെ വിളിച്ച കാര്യം പറഞ്ഞു. ആരോ വന്നെന്ന് തോന്നല്ലോ. ഞാൻ പോയി നോക്കാം. ഏയ്, നിങ്ങൾ തീർത്തി വെച്ച് ഓടണ്ട. ഇവിടേക്ക് വന്നവരാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. ഇതിനുള്ള മറുപടി ഞാൻ തൽക്കാലം പറയുന്നില്ല. എന്തിനാ ധന്യേ ഏതു നേരവും നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വഴക്കുണ്ടാക്കിയതാണോ? കാര്യം തുറന്നു പറയുന്നത് എങ്ങനെ വഴക്കാവും? നീ വാഴച്ചൊന്നും മിണ്ടാതിരിക്കേ. ആഹാ, ആരൊക്കെയത്? വാ വാ. ഞങ്ങള് വീട്ടിൽ വരെ വന്നതാ. എങ്കിൽ പിന്നെ മുത്തശ്ശനെ അമ്മാവനെ അമ്മായി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അത് നന്നായി. വാ. മോളെ, മുത്തശ്ശി, മീരയ്ക്കും ആദർശിന് 100 ആയുസാ. ഞങ്ങൾ നിങ്ങളുടെ കാര്യം ഇപ്പൊ സംസാരിക്കായിരുന്നു. അപ്പോ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, സന്തോഷം. അത് പിന്നെ ചിന്തിക്കില്ലേ മോനെ, മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്. ധന്യ, ഒരു കുടിക്കാൻ തന്നെ എടുക്ക്. ഇപ്പൊ എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങൾ ഇതേ ഇപ്പൊ കുടിച്ചോളൂ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട് വെള്ളം പോലും കുടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മായി, ഞങ്ങള് വീട്ടിൽ നിന്നാ വരുന്നേ. അവിടെ വെച്ച് ഹരിയെങ്കില് നിങ്ങൾ മഹാബലിപുരത്ത് പോണ കാര്യം പറഞ്ഞു. അതറിഞ്ഞപ്പോ ഇവിടെ വന്ന് മുത്തശ്ശിയെ നേരിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കാലോ എന്ന് കരുതി. നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? മുത്തശ്ശി മാത്രല്ല, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്കൊപ്പം വന്ന് നിൽക്കണമെന്നാ എന്റെ ആദർശന്റെ ആഗ്രഹം. മീരമോള് വിഷമിക്കണ്ട. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ശരി. അല്ല, വിദ്യ എവിടെ? അവള് പ്രാക്ടീസിന് പോയിരിക്കുക. ഇനി പ്രോഗ്രാമിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. വിദ്യയെ നേരിട്ട് കണ്ട് ഒരു ഓൾ ദ ബെസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഫോണിൽ വിളിച്ചോളാം. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, ആദർശനൊന്നും തോന്നരുത്. എന്താ അങ്കിള്? അങ്കിളിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമല്ലോ. അല്ല, അമ്മ അവിടെ കൊണ്ട് നിർത്തുന്നുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്ത് ബുദ്ധിമുട്ട്? വീട്ടിലെല്ലാവർക്കും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ, പ്രത്യേകിച്ച് സുഭദ്രാന്റിക്ക്. മോനെ, ഞാൻ കാരണം എന്റെ മീരമോൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. അവളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. എന്റെ സന്തോഷമാണ് മുത്തശ്ശി ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. അതാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇവര് പറയുന്നൊന്നും നിങ്ങൾ രണ്ടാളും കാര്യമാക്കണ്ട. അല്ലെങ്കിലും മനോജേട്ടനും അമ്മയ്ക്കും ആവശ്യമില്ലാത്ത ആലോചനകളാ. അതൊക്കെ മീരയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാണ് കേട്ടോ. അതെനിക്കറിയാം ആൻറ്റി. സത്യത്തില് മീര ഭാഗ്യം ചെയ്ത കുട്ടിയാ. അയാളെ ജീവന് തുല്യം സ്നേഹിക്കാൻ എത്ര പേരാ ചുറ്റും. എങ്കിൽ പിന്നെ ഞങ്ങളിനി ഇരിക്കുന്നില്ല. മഹാബലിപുരം പോകുന്ന ദിവസം
ഞാനും മീരയും കൂടെ ഒന്ന് മുത്തശ്ശിയെ കൂട്ടിക്കോളാം. ശരി ആദർശേ. മുത്തശ്ശി റെഡി ആയിട്ടിരുന്നോണം കേട്ടോ. ശരി മോളെ. ആ അപ്പൊ ഇറങ്ങാം. ആ. ശരി അങ്കിൾ. ആ നീ ഇതെവിടെ പോയതായിരുന്നു മോനെ? ഒന്ന് പുറത്തു പോയതാമേ. പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടു. എന്താമേ? ആദർശ് മീരയും വന്നിരുന്നു. ആണോ? ആദർശേട്ടനൊന്നും കാണാൻ പറ്റില്ലല്ലോ. നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു ആദർശ്. എങ്കിൽ ഞാൻ വിളിച്ചോളാം. ആദർശ് വിളിക്കുമ്പോഴേ എതിരൊന്നും പറയാതെ ജോലിക്ക് പോയിക്കോണം, കേട്ടല്ലോ. മോൻ മുത്തശ്ശനെ കണ്ടിരുന്നോ? ആ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നല്ല, കഴിഞ്ഞ ദിവസാ കണ്ടേ. മുത്തശ്ശൻ നിന്നോട് ജോലിക്ക് കയറണ്ടെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്നോട് കയറിക്കോളാം ഞാൻ പറഞ്ഞത്. ആ സൂരജ് വന്നോ? കമ്പനിയിൽ സൂരജിനെ അപ്പോയിന്റ് ചെയ്യാൻ ആദർശ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാനും അത് പറയായിരുന്നു ഹരിയേട്ടാ. ഇനി ഇവൻ എതിരൊന്നും പറയാതെ ജോയിൻ ചെയ്താ മതി. അതുമാത്രമല്ല, ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും വേണം. അതെന്തായാലും അങ്ങനെ ചെയ്യൂ. ഞാൻ കാരണം ആദർശേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അത് മതി. പിന്നെ ഇപ്രാവശ്യം അഭിരാമിയുടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അഭിരാമിയും വിഘ്നേഷും വിദേശത്ത് കമ്പനിയുടെ എന്തോ ആവശ്യത്തിന് പോവാണെന്ന് ആദർശ് പറഞ്ഞു. ഓ, എന്തായാലും മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടത്. അഭിരാമി പോയാ മീരയ്ക്ക് സ്വസ്ഥായിട്ടാ വീട്ടിൽ നിൽക്കാലോ. അത് അമ്മ പറഞ്ഞതൊരു സത്യമാണ്. ആ സ്ത്രീക്ക് എന്തിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല. മീര ആ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ വെച്ച് മീരയോട് അഭിരാമി സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ചില ഇഷ്യൂസൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ മീരയെ കരുതി ഞാൻ അറിഞ്ഞായിട്ടൊന്നും ഭാവിച്ചില്ല. ആ ഇതാ ഹരിയേട്ടന്റെയും മീരയുടെയും കുഴപ്പം. നിങ്ങൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അതിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരു പരിഹാര മാർഗമല്ല. മറ്റുള്ളവർക്ക് തെറ്റുകൾ ചെയ്യാൻ അവസരവും പ്രോത്സാഹനവും കൊടുക്കുന്ന ഒരു പരിപാടിയാ അത്. എന്റെ അടുത്ത് ആ അഭിരാമി ഇത്തരം കുശുമ്പും കുന്നായ്മയും കാണിച്ചിരുന്നതെങ്കിലേ ഒറ്റത്തവണ അങ്ങനെ ചെയ്യൂ. എങ്ങനെ അത് നിർത്തിക്കണോന്ന് എനിക്കറിയാം. മീര അവിടെ അനുഭവിക്കുന്നതിന് ഞാൻ ഹരിയേട്ടനെ കുറ്റം പറയൂ. അതെന്താ അങ്ങനെ? അതിന് ഹരിയച്ചൻ ചെയ്തു. മീര ഇത്രയും പാവമാവാൻ കാരണം ഹരിയേട്ടനല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണമെന്ന് പഠിപ്പിച്ചിരുന്നെങ്കിലോ? മീരയുടെ അടുത്ത് ഈ കളി കളിക്കാൻ അഭിരാമി മുതിരില്ലായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ആ അഭിരാമിക്ക് അറിയാം. അതാ ഇങ്ങനെ പെരുമാറുന്നത്. മീരയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് ചിന്തിച്ചിട്ടല്ല. അവര് നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്നും മനഃപൂർവ്വം ചെയ്യുന്നത്. മീര നേരിട്ട് എതിർത്തൊന്നും പറയില്ലെന്ന് ഉറപ്പായപ്പോ എന്റെ നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മീരയെ പോലെ ഞാനൊന്നും മിണ്ടാതിരിക്കില്ലെന്ന് അവർക്കറിയാം. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കത് മീരയ്ക്കെതിരെ ആയുധമാക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇതൊരു യുദ്ധമല്ല. നമ്മളെല്ലാം ബന്ധുക്കളാണ്. സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ എന്തിനാണ് മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത്? അതിന് ഞങ്ങൾക്ക് വേറെ ചിന്ത ഉദ്ദേശമൊന്നുമില്ല. പിന്നെ ഒരു കരണത്തടിച്ചാൽ മറ്റൊരു കരണം കാണിച്ചു കൊടുക്കാനുള്ള സഹനശക്തിയും ഇല്ല. അഭിരാമിയെ അടക്കി നിർത്തിയാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് മീരയ്ക്ക് തന്നെയാ. ആദർശ് തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി അക്കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. മീരയെ സംരക്ഷിക്കാൻ ആദർശിനറിയാം. പിന്നെ എപ്പോഴും മീരെ നോക്കിയിരിക്കാൻ ആദർശിന് പറ്റുമോ? ഇല്ലല്ലോ. ആദർശ് ജയിലിൽ നിന്ന് വന്നപ്പോ തൊട്ട് അഭിരാമി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിക്കാണും. അത് മനസ്സിലാക്കിയിട്ടാവും ആദർശ് അഭിരാമിയെ നാടുകടത്താൻ തീരുമാനിച്ചത്. അല്ലാതെ ഇപ്പൊ തന്നെ അവരെ വിദേശത്തേക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് സാധ്യതയുണ്ട്. ആദർശേട്ടൻ കാര്യങ്ങൾ അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരാളാ. കുറച്ച് ദിവസത്തേക്ക് അഭിരാമി ചേച്ചിയെ മാറ്റി നിർത്തിയ മീരയ്ക്ക് സ്വൈര്യവും സ്വസ്ഥതയും കിട്ടുമെന്ന് ആദർശേട്ടൻ അറിയാം. ആദർശിന്റെ ഈ സ്റ്റാൻഡ് നല്ലതാണ്. ഇതാവുമ്പോ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അഭിരാമി ഹാപ്പിയും ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോ ആദർശിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നാളെ അത് മാറ്റി പറയും. ഭാര്യ വന്ന് കയറിയ ഉടനെ പെങ്ങളെ അമ്മയെ മാറ്റി നിർത്തിയെന്നും പറയും. പറയുന്നവര് പറയട്ടെ. വിവാഹം കഴിഞ്ഞാൽ പ്രാധാന്യം ഭാര്യയ്ക്ക് തന്നെയാ. ഇനി ആദർശിന്റെ കുടുംബം മീരയാ.
ആദർശിന്റെ മക്കളെ പ്രസവിക്കേണ്ടതും നോക്കി വളർത്തേണ്ടതും ആ തലമുറ മുന്നോട്ട് പോകേണ്ടതും മീരയിലൂടെയാ. പിന്നെ മീരയ്ക്ക് കൂടുതൽ പരിഗണന കൊടുത്താൽ എന്താ തെറ്റ്? അതൊക്കെ ശരിയാണ് ബീനെ. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ പലതും ആളുകൾ മറക്കും. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളായാലും അങ്ങനെ തന്നെ ചിന്തിക്കൂ. നാളെ സൂരജ് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവനവന്റെ ഭാര്യയും കുടുംബവും എന്ന് മാത്രം ചിന്തിച്ചു തുടങ്ങിയാൽ ബീനയ്ക്ക് അത് സഹിക്കൂ? അമ്മ എന്തൊന്നും മിണ്ടാത്തത്? ഹരിയേശൻ പറഞ്ഞതിന് മറുപടി പറ. നീ എങ്ങാനും അങ്ങനെ ആയാലേ എന്റെ സ്വഭാവം മാറും. നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ആ എന്നെ നീ മറന്നാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. കണ്ടോ, കാര്യത്തോട് എടുക്കുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറിയത് കണ്ടോ? ഇത് തന്നെയാ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നത്. സ്വന്തം ആളുടെ സ്നേഹം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോ ചിലരത് അംഗീകരിക്കില്ല. അത് മാധവി മേഡത്തിന്റെ കാര്യത്തിലല്ലേ? ആ അഭിരാമിക്കുന്നത് എന്തിന്റെ കേടാ? ആദർശിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ അവളല്ലേ? മാധവി മേഡത്തിനെ പോലും പറഞ്ഞു തിരുത്തിയത് അവള് തന്നെയാ. എനിക്കത് ഉറപ്പാ. അഭിരാമിയുടെ കാര്യത്തിലും അത് തന്നെയാ ബീനെ. അതുവരെ അവൾക്ക് കിട്ടിയ സ്നേഹം മീരയിലേക്ക് കൂടി ഷെയർ ചെയ്യപ്പെടുമ്പോ ഒരു ജലസി തോന്നിക്കാണും. അഭിരാമിയെ പോലൊരു പെൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇത് വലിയ ന്യായമൊന്നും അല്ല ഹരിയേട്ടാ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവൾക്കുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കാതെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അപ്പൊ എല്ലാ പ്രശ്നവും അങ്ങ് അവസാനിക്കുമല്ലോ. അവളുടെ സ്വഭാവം വെച്ചിട്ടേ ആ പെണ്ണിനെ ആ വീട്ടിൽ കേറ്റില്ല എന്നാ എനിക്ക് തോന്നുന്നേ. അതൊന്നും നമ്മുടെ കാര്യമല്ല ബീനെ. മീരയെ ആരും മോശം പറയാതിരിക്കണമെങ്കിൽ മീരയുടെ പേരും പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. ഹരിയേട്ടനും നിന്നെയും പോലുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാ പല കുടുംബത്തിലെ പെൺകുട്ടികൾക്കും ഭർത്താവിന്റെ വീട്ടില് എല്ലാ വിഷമങ്ങളും സഹിച്ച് പിടിച്ചു നിൽക്കേണ്ടി വരുന്നത്. അവസാനം അതിന്റെയൊക്കെ ഗതി എന്തായിരുന്നു എന്ന് പല ന്യൂസുകളിലും കണ്ടിട്ടില്ലേ? അങ്ങനൊന്നും സംഭവിക്കില്ല ബീന. മീരയെക്കുറിച്ച് എനിക്കറിയാം. അതുപോലെ തന്നെ ആദർശിലും എനിക്ക് വിശ്വാസമുണ്ട്. ആദർശ് മീരയെ ഒരു പ്രശ്നത്തിലേക്കും തള്ളിവിടില്ല. അത് ശരിയാ. ആദർശേട്ടന് മീരയെ വലിയ കാര്യമാണ്. പിന്നിനിപ്പോ പേടിക്കാനൊന്നുമില്ല. സൂരജും കൂടി കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോ മീരയ്ക്ക് അതൊരു സപ്പോർട്ടും കൂട്ടും ഒക്കെ ആവും. അഭിരാമിയുടെ ഭാഗത്തു നിന്നായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതല്ല ബീന വേണ്ടത്. സൂരജ് ജോലിക്ക് കയറുന്നത് മീരയെ സഹായിക്കാനാവരുത്, ആ സ്ഥാപനത്തിന് വേണ്ടി ആവണം. ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥത കാണിക്കണം. അതാണ് വേണ്ടത്. ആദർശ് സൂരജിന് മേൽ കാണിക്കുന്ന വിശ്വാസം സൂരജ് വേണം കാക്കാൻ. അതെനിക്കറിയാം ഹരിയച്ച. ഞാൻ കാരണം ആദർശേട്ടന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നെ ജോലിക്കെടുത്തതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. അത് മതി. ആന്റി, എന്തോ സന്തോഷമുള്ള കാര്യം പറയാനുള്ള വരവാണല്ലോ. എന്താ കാര്യം? സന്തോഷമുള്ള കാര്യം തന്നെയാ. എനിക്ക് മാത്രല്ല, ആന്റിക്ക് സന്തോഷാവും. അത് പിന്നെ മോൾക്ക് സന്തോഷം തരുന്ന കാര്യം എനിക്കും സന്തോഷം തന്നെ ആയിരിക്കും. എന്താ ആദർശം നീയൊന്നും മിണ്ടാത്തെ? രണ്ടുപേരും സർപ്രൈസ് ഇല്ലാത്ത കാര്യം പറ. അത് മീര തന്നെ പറയട്ടെ ആന്റി. ഈ കാര്യം അറിഞ്ഞപ്പോ മുതല് അക്കാര്യം ആന്റി അറിയിക്കാനുള്ള തിരക്കായിരുന്നു മീരയ്ക്ക്. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തിടുക്കമായി. പറയൂ മോളെ. ആന്റി എന്നോട് ഒരു ദിവസം മുത്തശ്ശിയെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞിരുന്നില്ലേ? അതെ, പറഞ്ഞിരുന്നു. സാവിത്രിയമ്മയെ കണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എങ്കിലേ ആന്റിയുടെ ആഗ്രഹം ഉടനെ നടക്കും. മുത്തശ്ശി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ആണോ? സന്തോഷമുള്ള കാര്യമാണല്ലോ അത്. മനോജങ്ങളുടെ മകൾ വിദ്യയുടെ ഡാൻസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു ദിവസം അവര് വീട്ടിൽ കാണില്ല. ആ ദിവസങ്ങളിൽ മുത്തശ്ശി അവിടെ തനിച്ചായിരിക്കുമല്ലോ. അതാ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്. നന്നായി മക്കളെ. ഏതായാലും വളരെ കാലമായിട്ടുള്ള എന്റെ ആഗ്രഹമല്ലേ നടക്കാൻ പോകുന്നത്. മുത്തശ്ശിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വലിയ സന്തോഷം. എന്നെ കാണുമ്പോഴെല്ലാം ആന്റിയെക്കുറിച്ചും ചോദിക്കാറുണ്ട്. ഇനി എനിക്കൊരു കൂട്ടാവുമല്ലോ. ഞങ്ങൾക്കാവുമ്പോ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് എന്നും കരുതും. ഇനിയിപ്പോ എല്ലാം നേരിൽ സംസാരിക്കാമല്ലോ. അതെ. മനോജും കുടുംബവും തിരിച്ചു വന്നാലും സാവിത്രി അമ്മയെ പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്ന എന്റെ അഭിപ്രായം.
അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം ആന്റി. ഏതായാലും മുത്തശ്ശി വരട്ടെ. ആ ആ ഗംഭീര ഷോപ്പിംഗ് ആയിരുന്നു തോന്നുന്നു. പിന്നെ വളരെ കുറച്ചേ വാങ്ങിയുള്ളൂ. ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു ദൂരയാത്രയാകുമ്പോ എല്ലാ കാര്യങ്ങളും കയ്യിൽ കരുതണം. ഇവളുടെ ഭാവം കണ്ട അവിടെ ചെന്ന സാധനങ്ങളൊന്നും കിട്ടില്ലെന്ന മട്ട. സത്യം പറയാലോ, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലൊരു യാത്ര ആദ്യമല്ലേ. സത്യം പറഞ്ഞ ഇതാണ് ഹണിമൂൺ ട്രിപ്പ്. യാത്രകൾ എപ്പോ വേണമെങ്കിലും ചെയ്യാം. അതിന് പ്രത്യേകം ഒരു പേര് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആന്റി പറഞ്ഞത് ശരിയാ. പക്ഷേ വിഘ്നേശ്വരനോട് താല്പര്യം വേണ്ടേ? കല്യാണം കഴിഞ്ഞ സമയത്ത് എവിടെയൊക്കെ പോകാനുള്ള ഓഫറുകൾ വന്നതാ. പക്ഷേ ഈ മനുഷ്യൻ തയ്യാറല്ലായിരുന്നല്ലോ. മീര എന്തോന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല വിഘ്നേഷേട്ടാ, നിങ്ങൾ സംസാരിക്കല്ലേ. നമ്മുടെ ഈ ട്രിപ്പിനോട് മീരയ്ക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് യാത്രകളൊന്നും പോകാൻ സാധിച്ചില്ലല്ലോ. അതാവും അല്ലേ മീരെ?